ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരാൾക്ക് എന്തുമാത്രം ഭൂമി ആവശ്യമുണ്ട് എന്ന പേരിൽ ലിയോ ടോൾസ്റ്റോയുടെ അതിമനോഹരമായ ഒരു ചെറുകഥയുണ്ട്. പഹോം എന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഭൂമി ആവശ്യമുണ്ട്. സ്വന്തമായി ഭൂമി സ്വന്തമാക്കുന്നതിനായി പഹോം ബക്ഷീർ എന്ന ആളെ സമീപിക്കുന്നു. അവരുടെ തലവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ ഭൂമി തരാം, ഒറ്റ വ്യവസ്ഥ മാത്രം. ഇവിടെ ഒരടയാളം സ്ഥാപിച്ച് അവിടെ നിന്ന് നടന്നു തുടങ്ങുക. സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങൾ എവിടെ നിന്ന് യാത്ര ആരംഭിച്ചോ അവിടെ മടങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ നടന്നു തീർത്ത അത്രയും ദൂരം സ്ഥലം നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. വലിയ സന്തോഷത്തോടെ പഹോം തൻ്റെ യാത്ര തുടങ്ങി. ആദ്യമൊക്കെ പതുക്കിയാണ് അയാളുടെ യാത്ര. കാരണം തനിക്ക് സ്വന്തമാകാൻ പോകുന്ന ഭൂമിയുടെ സവിശേഷതകളെ കണ്ട് സന്തോഷിച്ച് ഹൃദയം കുളിർത്താണ് അയാൾ മുമ്പോട്ട് നീങ്ങുന്നത്. പിന്നെ അയാളുടെ കാലുകൾക്ക് വേഗത കൂടി തുടങ്ങി. താൻ സ്വന്തമാക്കുന്ന ഭൂമിയുടെ മനോഹാരിതയേക്കാൾ ഉപരി തനിക്ക് കിട്ടാൻ പോകുന്ന ഭൂമിയുടെ വിസ്തൃതി അയാളെ കീഴടക്കി തുടങ്ങി. അയാൾ അറിയാതെ അയാളുടെ കാലുകൾ വേഗം കൂട്ടാൻ തുടങ്ങി. അത് പിന്നീട് മന്ദഗതിയിലുള്ള ഓട്ടമായി, ഒടുവിൽ അതിവേഗതയിലുള്ള ഓട്ടമായി. അങ്ങനെ ഓടി അനേകം ദൂരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, തനിക്ക് മടങ്ങിച്ചെല്ലണം. താൻ എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ എത്താതെ തനിക്ക് ഈ ഭൂമിയെ കരസ്ഥമാക്കാനാവില്ല. അയാൾ സർവ്വജീവനും എടുത്ത് തിരിച്ചോടുകയാണ്. ഒടുവിൽ താൻ എവിടെ നിന്ന് യാത്ര ആരംഭിച്ചോ അതിനേതാനും കാതങ്ങളപ്പുറേ അയാൾ വീണ് മരിക്കുകയാണ്. ഒടുവിൽ ബക്ഷീറിൻ്റെ ദാസന്മാർ പഹോമിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ അവരെ ശരീരം അളക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, 6 അടി മണ്ണ് മതി. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ അവകാശപ്പെട്ടത് 6 അടി മണ്ണ് മാത്രമാണെന്നുള്ള ഒരു ഓർമ്മ, അതാണ് ആ ചെറുകഥ നമുക്ക് തരുന്നത്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത് സമ്പത്ത് എപ്രകാരമാണ് ഒരു ശാപമായിട്ട് മാറുന്നത്, എങ്ങനെയാണ് അത് വഴിമുടക്കികളായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് എന്നാണ്. ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അബ്രാഹത്തിനെയും ലോത്തിനെയും കണ്ടുമുട്ടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവരുടെ ആടുമാടുകൾക്കും ഇടയന്മാർക്കും ഇടം തികയാതെ പോകുമ്പോൾ അവർ പിരിയാൻ തീരുമാനിക്കുകയാണ്. അബ്രാഹാം ലോത്തിനോട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നീ എങ്ങോട്ട് പോയാലും നിൻ്റെ എതിർവശത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം. ഫലഭൂയിഷ്ടമായ ജോർദാൻ സമതലം ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അബ്രാഹത്തിന് അവശേഷിക്കുന്നത് കാനാൻ പ്രദേശമാണ്, മരുപ്രദേശം പോലെ നിൽക്കുന്ന സ്ഥലമാണ്. സമൃദ്ധികളെ നൽകി അബ്രാഹം പിൻവാങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ട ഒരിടമുണ്ട്. അബ്രാഹത്തെക്കുറിച്ച് ഈ ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന എല്ലാ ഇടങ്ങളിലും, താൻ കടന്നുപോയ എല്ലാ ഇടങ്ങളിലും, കൂടാരമടിച്ച എല്ലാ ഇടങ്ങളിലും മറക്കാതെ അബ്രാഹം ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. അവൻ ദൈവത്തിന് ബലിപീഠങ്ങൾ പണിതു, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അബ്രാഹം ബലിപീഠം പണിതു. പ്രിയമുള്ളവരെ, കടന്നു പോകുന്ന ഇടങ്ങളിൽ, താൻ തലചായ്ക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിനായി ബലിപീഠം നിർമ്മിക്കാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മയിൽ സമ്പന്നനാകാൻ അബ്രാഹം ശ്രമിക്കുന്നത് എത്ര മനോഹരമാണ്. നമ്മൾ വീണ്ടും കാണും, മെൽക്കിസദേക്ക് എന്ന രാജാവ് അബ്രാഹത്തിൻ്റെ പക്കൽ നിന്ന് ദശാംശം സ്വീകരിച്ചതിന് ശേഷം സകല സമ്പത്തും അബ്രാഹത്തെ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അബ്രാഹം പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അബ്രാഹത്തെ നിങ്ങൾ സമ്പന്നനാക്കിയെന്ന് ആരും പറയാൻ ഇടവരരുത്. എത്ര മനഃപൂർവ്വമാണ് അബ്രാഹം ആ വാക്ക് ഉപയോഗിക്കുന്നത്. അബ്രാഹത്തെ നിങ്ങൾ ആരും സമ്പന്നരാക്കിയെന്ന് ആരും പറയരുത്. ദൈവമാണ് തൻ്റെ സമ്പത്തെന്ന് അബ്രാഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നീ നിൻ്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അബ്രാഹം ദൈവത്തിൻ്റെ പിന്നാലെ വരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസ് തൻ്റെ സ്വത്തെല്ലാം ദാനം ചെയ്ത് എല്ലാം തിരിച്ചു കൊടുക്കുമ്പോൾ ഈശോ പറഞ്ഞത് ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണെന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ സമ്പത്തായി സ്വീകരിച്ചവനാണ്, ദൈവത്തിനായി ബലിപീഠം പണിയുന്നവനാണ് എന്നൊക്കെയല്ലേ. രണ്ടാമത്തെ വായനയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, സ്വർണത്തിൻ്റെ പിന്നാലെ പോകുന്ന, ധനത്തെ കാംക്ഷിക്കുന്ന നീതിമാൻ നിർഭാഗ്യവാനാണ്. കാരണം ദൈവമെന്ന മഹാധനത്തെ അവൻ മറന്നുപോയിരിക്കുന്നു. മൂന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതുന്ന 1-ാം ലേഖനം 6-ാം അധ്യായം 3 മുതൽ
10 വരെയുള്ള വാക്യങ്ങളിൽ സംസാരിക്കുന്നത് ധനമോഹത്തെക്കുറിച്ചാണ്. ദൈവഭക്തി ധനസമ്പാദനത്തിനുള്ള മാർഗമല്ല. ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവർ, ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിക്കുന്നവർ ധനമോഹത്തിൽ നിന്ന് എപ്പോഴും അകന്നിരിക്കണം. ദൈവത്തിൽ നിന്ന് എപ്രകാരമാണ് സാവകാശം ഒരാൾ അകന്നകന്ന് പോകുന്നതെന്ന് സക്കേവൂസിൻ്റെ കുറവുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. സക്കേവൂസിനെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ പേരുദോഷം, സക്കേവൂസ് ഒരു ചുങ്കക്കാരനായിരുന്നു. തദ്ദേശീയരായ തൻ്റെ നാട്ടുകാരെ വിട്ട് റോമാക്കാരോട് സഖ്യം സ്ഥാപിച്ചവനാണ് ചുങ്കക്കാരൻ. വിദേശികൾക്ക് വേണ്ടി സ്വദേശികളിൽ നിന്ന്, സ്വന്തം ജനത്തിൽ നിന്ന് അമിതമായ നികുതി ഈടാക്കി തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചത്. അതൊരു വലിയ ആരോപണമാണ്. 2, ജനം മുഴുവനും അവനെ വിളിച്ചത് അവൻ ചുങ്കക്കാരനും പാപിയുമാണ്. ഈ പാപിയുടെ ആതിഥ്യമാണല്ലോ ഈശോ സ്വീകരിക്കുന്നതെന്നാണ് ജനക്കൂട്ടം വേവലാതിപ്പെടുന്നത്. 3, അവൻ പൊക്കം കുറവുള്ളവനായിരുന്നു. ശാരീരികമായിട്ടുള്ള അഴകളവുകളേക്കാൾ ഉപരി സക്കേവൂസ് അനുഭവിച്ച അപകർഷ ചിന്തകളെ അവൻ്റെ ഉയരക്കുറവ് സൂചിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്നകന്ന്, സ്വന്തം ജനത്തിൽ നിന്നകന്ന്, സമ്പത്തിൽ മാത്രം ആശ്രയം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ ജീവിതത്തിൻ്റെ ഒരു ഇടവേളയിൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വരികയാണ്. വളരെ തിടുക്കത്തിൽ മരത്തിൽ നിന്നിറങ്ങുന്ന സക്കേവൂസ് താൻ അന്നുവരെ മുറുകെ പിടിച്ച സകല ആശയങ്ങളെയും ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിന് പിന്നാലെ പോകുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ്. താൻ വഞ്ചിച്ചതും പിടിച്ചെടുത്തതുമൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് സക്കേവൂസ് സമ്പത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കേവൂസ് എന്ന വ്യക്തി മാത്രമല്ല, അവനോടുകൂടെ അവൻ്റെ ഭവനവും കൂടി രക്ഷ പ്രാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നവ, നമ്മൾ സമ്പത്തെന്ന് കരുതുന്നവ, അവ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മെ നീക്കി നിർത്തുന്നുണ്ട്. ഈ നോമ്പുകാലം 2ാം ഞായറാഴ്ച ഹൃദയത്തോട് ചേർത്ത് നമുക്ക് ധ്യാനിക്കാം. നമ്മൾ എന്തിലാണ് ആശ്രയം വയ്ക്കുന്നത്? എന്താണ് എൻ്റെ സമ്പത്ത്? ദൈവത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കാൻ ഒരു പുരുഷായുസ് മുഴുവനും മാറ്റിവെച്ചയാളായിരുന്നു വിശുദ്ധ തോമസ് അക്വീനാസ്. അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ഈശോ ചോദിച്ചു, തോമസ് അക്വീനാസ്, ഇത്രയും ചെയ്ത ജോലികൾക്കായി ഞാൻ പകരം നിനക്ക് എന്താണ് തരേണ്ടത്? നിനക്കെന്തും ചോദിക്കാം. ഞാൻ തൊടുന്നതെല്ലാം സ്വർണ്ണമായി മാറണമെന്നാഗ്രഹിച്ച മിഡാസിനെ പോലെ മനുഷ്യനെ എന്തും ചോദിക്കാനുള്ള ഒരവസരമാണ്. പക്ഷേ അക്വീനാസ് പറഞ്ഞു, നീ മാത്രം മതി, മറ്റൊന്നും വേണ്ട. നോൺ നിസി തേ ദോമിനെ, നിന്നെ മാത്രം മതി, വേണ്ട മറ്റൊന്നും. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഈ ഒരു മന്ത്രം മാത്രം മതി. നിന്നെ മാത്രം മതി, മറ്റൊന്നും വേണ്ട. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.